സ്റ്റീവ് ജോബ്സിനെ നമ്മൾക്കറിയാം. ഒരൊന്നാന്തരം ലോകത്തെ ബിസിനസ്സുകാരൻ, ആപ്പിളിൻ്റെ സ്ഥാപകൻ, ദീർഘദർശിയായ ബിസിനസ്സുകാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1983 അദ്ദേഹം ലിസ എന്ന കമ്പ്യൂട്ടർ ആപ്പിൾ രൂപകൽപ്പന ചെയ്തു. വിപണിയിൽ പക്ഷേ അത് വല്ലാതെ പരാജയപ്പെട്ടു പോയി. ഡിസൈനിലെ വീഴ്ചയാണ് ലിസയുടെ പരാജയത്തിന് കാരണമായത്. രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയാൽ കമ്പ്യൂട്ടറുകൾ ഭാവിയിൽ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായി മാറുമെന്ന് സ്റ്റീവ് ജോബ്സിന് നന്നായി ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് അമേരിക്കയിലെ ആസ്പനിൽ 1983 നടന്ന ഇന്റർനാഷണൽ ഡിസൈൻ കോൺഫറൻസിൽ സ്റ്റീവ് ജോബ്സ് പങ്കെടുത്തത്. ഭാവിയിൽ കമ്പ്യൂട്ടറുകൾ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ ആ യന്ത്രം മനോഹരമായി രൂപകൽപ്പന ചെയ്താൽ മാത്രമേ അവ സ്വീകരിക്കപ്പെടുകയുള്ളൂ. കമ്പ്യൂട്ടറുകൾ മനോഹരമായി രൂപകൽപ്പന ചെയ്യാൻ എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമുണ്ടെന്ന് ജോബ്സ് പറഞ്ഞു. ആസ്പെൻ ഡിസൈൻ കോൺഫറൻസിൽ സ്റ്റീവ് ജോബ്സ് ഡിസൈനേഴ്സിനോട് ഈ കാര്യമെല്ലാം വിശദമായി സംസാരിച്ചു. പിന്നീടുള്ളത് ചരിത്രമാണ്. തൊട്ടടുത്ത കൊല്ലം 1984 ആപ്പിളിൻ്റെ മക്കിൻടോഷ് പുറത്തിറങ്ങി. മക്കിൻടോഷ് ജനം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അത് വൻ വിജയമായി. സഹകരണത്തിൻ്റെ പ്രാധാന്യമാണ് ആപ്പിൾ മക്കിൻടോഷിൻ്റെ വിജയം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ടെക്നോളജിക്കൊപ്പം ഡിസൈൻ മികവ് കൂടി ചേർന്നപ്പോഴാണ് കമ്പ്യൂട്ടറുകൾ ഏറ്റവും ജനപ്രിയമായത്. വലിയ വിജയങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്കല്ല ഉണ്ടാക്കുന്നത്, അതിന് കൂട്ടായ പരിശ്രമം വേണം. പരസ്പര സഹകരണം സാധ്യമാക്കുമ്പോഴാണ് വ്യക്തികളും സ്ഥാപനങ്ങളും വളരുന്നത് എന്നറിയാം. ഒറ്റയ്ക്ക് ഞാൻ നേടിയെടുത്തു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എപ്പോഴും മനസ്സിലാക്കുക, കൂട്ടമായ അല്ലെങ്കിൽ സഹകരണത്തോടെയുള്ള മുന്നേറ്റമാണ് എപ്പോഴും വിജയത്തിലേക്കുള്ള കുതിപ്പ് ഉറപ്പുവരുത്തുന്നത്. ഒറ്റയ്ക്കല്ല, ഒരു സംഘത്തോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് വിജയം അനിവാര്യമാവുക.